തൃശ്ശൂരിൻ്റെ ബിസി പ്ലേസും അല്ല, എന്നാൽ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടുമാണ്. എന്നാൽ തൃശ്ശൂരിൻ്റെതായ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ പേര് ധനിൽ മോഹൻ. ഞാൻ സിവിൽ എഞ്ചിനീയറാണ്. ഞാനിപ്പോൾ അൽജീരിയൻ പ്രോജക്റ്റിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഗ്രീഷ്മ ധനിൽ, ഞാനൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. ഇതെൻ്റെ 2 മക്കൾ. മൂത്താള് ദക്ഷ, രണ്ടാമത്തെ ആള് ദർശിക. ഞങ്ങളിവിടെ 6 മാസമായിട്ട് താമസിക്കുകയാണ്. നമ്മൾ മെയിനായിട്ട് ദേശായി ഹോംസ് ചൂസ് ചെയ്യാനുള്ള കാരണം ലൊക്കേഷനാണ്. തൃശ്ശൂരിൻ്റെ ബിസി പ്ലേസും അല്ല, എന്നാൽ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടുമാണ്. എന്നാൽ തൃശ്ശൂരിൻ്റെതായ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കായാലും പ്ലേ ഏരിയയും സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉള്ളത് വളരെ ഉപകാരമാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ സ്വിമ്മിംഗ് പൂളിനായാലും ട്രെയിനേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾ ഫ്ലാറ്റ് സിസ്റ്റത്തിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പല ബിൽഡേഴ്സിനും സമീപിക്കേണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ ഈ ദേശായി ഹോംസിനെ പറ്റി അറിയേണ്ടായി. അപ്പോൾ അവരുടെ കുരിച്ചിലുള്ള ഓഫീസുമായി ബന്ധപ്പെട്ടു. ദേശായി ഹോംസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്ലാൻ ഓറിയൻറ്റേഷനാണ്. ദേശായി ഹോംസിൻ്റെ തന്നെ ദേശായി ഹോംസ് ഇൻറ്റീരിയേഴ്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെയും നമ്മൾ കൊട്ടേഷൻ എടുക്കേണ്ടായി. പിന്നെ അവരുടെ ഡെമോ ഫ്ലാറ്റ്, അവർ ചെയ്ത ഫ്ലാറ്റുകൾ ഞങ്ങൾക്ക് കാണിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ദേശായി ഹോംസിൻ്റേതായത് കൊണ്ട് തന്നെ ബിൽഡേഴ്സിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ 6 മന്ത്സായി താമസിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം, ഇപ്പോൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഒക്കെ ആകുമ്പോൾ പല ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തൊരു ഇഷ്യൂ വന്നാലും നമുക്ക് ഇവിടെ കെയർ ടേക്കറിനോടൊന്നും നമുക്ക് പറഞ്ഞാൽ മതി. അപ്പോഴേക്കും ഓഫീസിൽ നിന്ന് ആളെ വിട്ട് അവർ പെട്ടെന്ന് തന്നെ ഇലക്ട്രീഷ്യനൊക്കെ എത്തുകയും എല്ലാതും പെട്ടെന്ന് തന്നെ ചെയ്തു വരാറുണ്ട്. മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഈസി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ തൃശ്ശൂർ റൗണ്ട്, പിന്നെ ഹൈലൈറ്റ് മാള്, ഹോസ്പിറ്റൽസും ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് വല്ല എമർജൻസിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്താവുന്നതുള്ളൂ. ദേശായി ഹോംസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരുടെ ലൊക്കേഷൻ തന്നെയാണ്. ഒരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ് അത് ഈ ഫ്ലാറ്റ് സ്ഥിതി ചെയ്തത്.